അതായത് അത് ഒന്ന് ഈ ജോയിൻ ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസ് ബേസിക്കലി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഒരു സ്ഥാപനം നിങ്ങൾ പറഞ്ഞ ഒരു റൂമുള്ള ഒരാൾക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ആ സ്ഥാപനം കൊടുക്കുന്ന ഏത് സർട്ടിഫിക്കേഷൻ ബോഡി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്, ഏതൊക്കെ അഫിലിയേഷൻ അവർക്ക് ഉണ്ട് എന്നുള്ളത് മുൻകൂട്ടി ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു പഴയ ഒരു വീട് അതേ ഒരു ഏരിയയിലെ ഒരു വീട് പുതിയത് ചെയ്യണമെങ്കിലും രണ്ടിന് ടൈം തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. മറ്റത് നമ്മൾ 5 ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്ക് ഇവിടെ നമുക്ക് 15 ദിവസം കിട്ടിയാലും തീരാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ടെക്നിക്കൽ മേഖലയിൽ കുറച്ചും കൂടെ സാലറി കൂടിയ രീതിയിലാണ്. ഇപ്പോൾ ഒരു നോളജ് ഉള്ള ആൾക്ക് എന്തായാലും കുറച്ച് സാലറി കൂടിയ ഒരു രീതിക്കാണ്. ഇപ്പോൾ ഒന്നാമത് ഇയാൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ടെക്നിക്കൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും നല്ല രീതിക്ക് നല്ല പേയ്മെൻറ്റോട് കൂടി പ്ലേസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവാറുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിലുപരി ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി തന്നെ വർക്ക് ചെയ്യും. അതിലൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഒരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും സാധിക്കാറില്ല. നമ്മളെ ഇതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അതെ അതെ. ഇപ്പോൾ നമ്മളെ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടുള്ളത്? ഇപ്പോൾ മൾട്ടി ടെക്നീഷ്യൻ എന്നുള്ളൊരു കോഴ്സ് പറഞ്ഞല്ലോ, ഇതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇലക്ട്രീഷ്യൻ, അതേപോലെ തന്നെ ഓട്ടോമേഷന്, CCTV, നെറ്റ്വർക്കിംഗ്, പിന്നെ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ? നമ്മളിപ്പോൾ 4 കോഴ്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഒന്ന് പ്ലംബർ ടെക്നീഷ്യൻ, ഒന്ന് CCTV ആൻഡ് ഓട്ടോമേഷൻ ടെക്നീഷ്യൻ, ഒന്ന് മൾട്ടി ടെക്നീഷ്യൻ. ഈ മൾട്ടി ടെക്നീഷ്യൻ എടുക്കുന്ന സമയത്ത് ഇതിൽ ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും കവറാവും. ഒരു ബിൽഡിങ്ങിൻ്റെ അതല്ലെങ്കിൽ ഒരു വീടിൻ്റെ MEPൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഓട്ടോമേഷന്, CCTV, നെറ്റ്വർക്കിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൾട്ടി ടെക്നീഷ്യനിൽ പഠിക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ മാത്രം പഠിക്കാനാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഉണ്ട്. ഇതിലും നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിക്കാൻ പറ്റും. പ്ലംബർ ടെക്നീഷ്യൻ ഉണ്ട്. അപ്പോൾ പ്ലംബർ ടെക്നീഷ്യനിലും ഒരുപാട് പ്ലംബിങ്ങിനെ കുറിച്ചിട്ടും അതല്ലെങ്കിൽ പ്ലംബിംഗ് ജോലികൾ നോക്കുന്ന ആളുകൾക്ക് അതിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ അവർക്ക് വേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഇലക്ട്രീഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ചൂസ് ചെയ്യേണ്ടത് നമ്മളെ പ്ലംബർ ടെക്നീഷ്യൻ എന്നുള്ള കോഴ്സാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സുകളാണ് പറഞ്ഞു. ഇതൊരു ഓൺലൈനായിട്ട് പോകുന്ന സമയത്ത് ഇതെങ്ങനെയാണ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുക? ഓക്കെ, അത് എല്ലാ ആളുകളുടെയും സംശയമാണ്. ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കോഴ്സ് നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അതിലൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും ഈ ഒരു മേഖലയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു വർക്ക്, ഒരു പുതിയ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കോൺഫിഗറേഷനിലോ അതല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യത്തിലോ എനിക്കൊരു ഡൗട്ട് വന്നാൽ ഞാൻ സാധാരണ ചെയ്യുക ആ ഒരു മൊഡ്യൂളിൻ്റെ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ കാണും. ആ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്കത് എങ്ങനെ വെക്കേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ടെക്നിക്കൽ നോളജിൽ എനിക്ക് മനസ്സിലാവും, ഞാനത് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴ്സ്. അതായത് കൃത്യമായിട്ട് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന മൊഡ്യൂളിൽ ഒരു മൊഡ്യൂൾ എങ്ങനെയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ടൊരു ടെക്നീഷ്യന് കണ്ടാൽ മനസ്സിലാവും. ഒരു യൂട്യൂബിൽ നോക്കി നമ്മൾ അഡ്വൈസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ഈ മൊഡ്യൂൾസ് തീർച്ചയായിട്ടും അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതല്ലാണ്ട് ഒരിക്കലും ഒരു വൈറ്റ് ബോർഡിലോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ നമ്മൾ ക്ലാസ് എടുത്ത് പോവല്ല. ഇത് നമുക്ക് ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് അതല്ലെങ്കിൽ നമ്മൾ മൊഡ്യൂൾ വെച്ചെടുക്കുന്ന ക്ലാസ്സുകളായതുകൊണ്ട് അവർക്കത് കാണാനും പിന്നീട് അവർക്ക് അതിൽ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ലൈഫ് ടൈം ഈ ക്ലാസ് ആക്സസ് ചെയ്യാനും അതല്ലെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസ് എടുക്കാനൊക്കെ അവർക്ക് പറ്റും. നമ്മളെ ഒരു വീട്ടിൽ ഒരു ഇലക്ട്രീഷ്യൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസിന് വേണ്ടി വരികയാണ്, അയാളല്ല വർക്ക് ചെയ്തത്, വേറെ ആൾ ചെയ്തതതാണ്. അപ്പോൾ ആദ്യം ചോദിക്കലെന്താ, ഈ സ്വിച്ച് ബോർഡ് ഊരിന് ശേഷം ഇതാരാ ചെയ്തത് എന്നിട്ട് എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ പറ്റും. അല്ല, അങ്ങനെ കുറ്റം ഉള്ളതും ഉണ്ട്. അതല്ലെങ്കിൽ മുമ്പ് ചെയ്ത ആളുകൾക്ക് ശരിയായില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതെ, ഇപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, നമ്മൾ ഈ വയറിങ് ചെയ്യുന്നതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡേർഡിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ആ സ്റ്റാൻഡേർഡിൽ നിന്ന് ഡൈവേർട്ടായി പോകുന്ന പല കാര്യങ്ങളും. ആ സ്റ്റാൻഡേർഡാണ് കോറ്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൂളുണ്ട്, നമ്മൾ ലെഫ്റ്റിലൂടെ വേണ്ടി. പക്ഷേ അങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാറുള്ളത്. പല ആൾക്കാരും പല രീതിയിൽ പോകും. ഇപ്പോൾ ഹൈവേൻ്റെ ഒക്കെ തന്നെ ഉണ്ടല്ലോ, ഹൈവേയിൽ ഇപ്പോൾ നോർമൽ ആക്കിക്കണേ ലെഫ്റ്റ് സൈഡ് കൂടെ തന്നെ പോകണം എന്നുള്ളതും മറ്റാൾക്ക് ഇതിലൂടെ. പക്ഷെ എന്താ, ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന ആൾക്കാരുണ്ട്, ഓരോ വിചാരിക്കുന്നത് എന്താണ്, അതാണ് ഓരോ ന്യായം എന്നുള്ളത്, അത് ഓലാണ് ശരി എന്നുള്ളത് വിചാരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും അതന്നെ വിചാരിക്കുന്നത്, നമ്മളാണ് ശരി എന്നുള്ളത് വിചാരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഒന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് വർക്കുകളിൽ മിസ്റ്റേക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. അതിൻ്റെ ഒരു കാരണം ഇതേമാതിരി കൃത്യമായ ഒരു നോളജ് ഇല്ലാതെ വർക്ക് പഠിച്ച് അതല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാണ്ട് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളാണ്. അത് ഈ കസ്റ്റമേഴ്സ് തന്നെ അവരുടെ ബഡ്ജറ്റൊക്കെ നോക്കി പല ആളുകൾക്കും
ഓതറൈസ്ഡ് അല്ലാത്ത ആളുകൾക്ക് ഈ വർക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അത് അവര് ലാഭം നോക്കി ചെയ്യുന്നു, ജീവിതത്തിൽ പിന്നെ ഒരുപാട് വലിയ കറണ്ട് ബില്ല് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കത്തി നശിച്ചു പോകുന്നു, അങ്ങനത്തെ വലിയ നഷ്ടങ്ങൾ അവരും നേരിടുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആളുകളും ഒരു കോഴ്സ് കഴിഞ്ഞ ആളാണോ, സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണോ, ലൈസൻസ് ഉള്ള ആളാണെന്നൊക്കെ ഒരു വർക്കറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരും നോക്കി തുടങ്ങി. ഇപ്പോൾ ഈ പുതിയ കാലത്തൊക്കെ ഒരുപാട് നല്ല കൺസൾട്ടന്റുമാരെ അതല്ലെങ്കിൽ നല്ല ഇലക്ട്രീഷ്യന്മാരെ അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് തുടങ്ങിയ ആളുകൾ, ആ പഴയ പോലെ ഏറ്റവും ബഡ്ജറ്റായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ നല്ലൊരു വീട് അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനമൊക്കെ ബിൽഡ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മളും അതിനനുസരിച്ച് അപ്ഗ്രേഡായി പോകുക എന്നുള്ളത് നമ്മുടെ ഒരു പാർട്ടാണ്. കാരണം ഇന്നിപ്പോൾ ഈ എഡിറ്റിംഗ് മേഖലയിലോ അതല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിലൊക്കെ ഒരുപാട് AI ടൂൾസൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകളെ ജോലിക്ക് ഒരു ഭീഷണി ആയതുപോലെ തന്നെ നാളെ നമ്മുടെ മേഖലയിലും ഒരുപാട് റോബോട്ടിക് ടെക്നോളജീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അതുകൂടെ പഠിച്ചെടുക്കുക. അതായത് അങ്ങനെ ഒരു സാധനം വന്നാൽ അതും നമ്മൾ ചെയ്യാം, കേപ്പബിൾ ആകുക, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാന്നല്ല ഫീൽഡിൽ അപ്ഡേറ്റ് ആയി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീടിന്റെ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ റൂമിലും ഒരു ലൈറ്റ് വർക്ക് ചെയ്യണം, ഒരു ഫാൻ വർക്ക് ചെയ്യണം, ഒരു പ്ലഗ് പോയിന്റ് വേണം, പിന്നെ അത്രയും കുഴപ്പമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു AC പോയിന്റ് വേണം. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു വീട് എന്ന് പറയുമ്പോൾ അവിടെ സോളാറിനുള്ള പ്രൊവിഷൻ കാണണം, AC അതല്ലെങ്കിൽ ഓട്ടോമേഷൻ, CCTV, ഇതൊക്കെ ഒരു ഇലക്ട്രീഷ്യൻ തന്നെ ഫസ്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ CCTV വെക്കുമ്പോൾ അതിൻ്റെ DVR NVR എവിടെ വെക്കണം, അതിൻ്റെ ഫോക്കസിങ് എവിടെ ആയിരിക്കണം, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അതറിയാത്ത ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് വർക്കില്ല. ഇന്നും പഴയതുപോലെ വെറും ഇലക്ട്രിക്കൽ മാത്രം അറിയുന്ന ഒരാൾക്ക് ഈ പുതിയ കാലത്തിനനുസരിച്ച് ചെയ്യുന്നൊരു ബിൽഡിങ്ങിൽ സത്യം പറഞ്ഞാൽ സ്കോപ്പ് ഇല്ലാണ്ടായി പോയി. അപ്പോൾ ഒന്ന് നമ്മൾ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. അത് CCTV, ഓട്ടോമേഷൻ, എന്തൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നോ അതൊക്കെ നമ്മൾ പഠിച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചേ പറ്റുള്ളൂ. പലർക്കും ഈ അപ്ഡേഷനുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കുറച്ച് പഴയ ഇലക്ട്രീഷ്യന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പഴയ ഒരു സിസ്റ്റം മതി. ഇപ്പോൾ ഒരു ഡ്രോയിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ പലപ്പോൾ സൈറ്റിൽ പോകുന്ന സമയത്തൊക്കെ ഈ ഡ്രോയിങ് കൊടുക്കുന്ന സമയത്തൊക്കെ ചിലർക്ക് ഡ്രോയിങ് തീരെ താല്പര്യമില്ലാത്ത കേസാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പഴയ സൈറ്റുകളിൽ ഇപ്പോൾ ഒരു പഴയ ഒരു വീട് അതേ ഒരു ഏരിയയിലെ ഒരു വീട് പുതിയത് ചെയ്യണമെങ്കിലും രണ്ടിന് ടൈം തന്നെ ഒരുപാട് വ്യത്യാസം വന്നു. മറ്റത് നമ്മൾ 5 ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്ക് ഇവിടെ നമുക്ക് 15 ദിവസം കിട്ടിയാലും തീരാത്ത സിറ്റുവേഷനായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ ചെയ്യുന്ന DB ആണെങ്കിലും അതല്ലെങ്കിൽ അതിൽ സ്പേസ്, ഒരു DBയിൽ നമ്മൾ ഫ്യൂച്ചറായിട്ടുള്ള കുറേ പ്രൊവിഷൻസ് കണ്ട് കൊടുക്കുന്ന സ്പേസ് ഒന്നും അന്നില്ല. അന്നൊക്കെ വളരെ മിനിമലായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ്. ഇന്ന് നമ്മളൊരു വീട്ടിൽ ഇനി ഭാവിയിൽ ഒരു 10 വർഷത്തിന് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള മൊഡ്യൂൾസിനുള്ള പ്രൊവിഷൻ നമ്മൾ കണ്ടുവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർക്കിന്റെ ലേബറിന്റെ കോസ്റ്റിലൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഡ്രോയിങ്ങുകളൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ഡ്രോയിങ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയേഴ്സ് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പം ഇവർ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ഡ്രോയിങ്ങിൻ്റെ പേയ്മെൻറ്റ് വാങ്ങുകയും ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പോയിന്റ്സ് ഒക്കെ എവിടെ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുള്ളൂ. ബാക്കി ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരാണ്ട് ഇത് ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതായത് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ലോഡ് ഷെഡ്യൂളിങ് വേണ്ടി വരും. ഇതിൻ്റെ ബാലൻസ് ചെയ്തിട്ടുള്ള ഷീറ്റ് നമ്മൾ DBയിൽ ഫിക്സ് ചെയ്ത് വെക്കേണ്ടി വരും. അതേപോലെ തന്നെ CCTV, നെറ്റ്വർക്കിംഗ്, ഓട്ടോമേഷൻ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡ്രോയിങ്ങുകളും ഒരു 5-6 പേജ് തന്നെ എന്ത് ചെയ്യും, ഇത്രയും ഡ്രോയിങ്സ് വെച്ചിട്ട് നമുക്കുണ്ടാവും. പക്ഷേ ഇത് ക്ലയൻറ്റ് ലാഭം നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നീട് അവർ തന്നെയാണ് റിഗ്രറ്റ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ നമ്മളെ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും സർവീസസ് കൊടുക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലുപരി വേറെ എന്തെങ്കിലും സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്ഥാപനമല്ല. നമ്മൾ നമ്മുടെ കോഴ്സ് എടുക്കുന്നത് ഭൂരിപക്ഷം ഇലക്ട്രീഷ്യന്മാരാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കൽ ട്രേഡ് ലൈസൻസുകൾ വേണം. അതായത് വയർമാൻ പെർമിറ്റ്, C ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ്, B ക്ലാസ് സൂപ്പർവൈസർ, അങ്ങനെ മുകളിലോട്ട് പോകുന്ന രീതിയിൽ ലൈസൻസുകൾ വേണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഇലക്ട്രീഷ്യന്മാർക്കൊന്നും അറിയില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഇത് ആർക്കൊക്കെ എടുക്കണം എന്നൊക്കെ. പിന്നെ അതിന് വേണ്ട എല്ലാ അസിസ്റ്റൻസും, അതിന് വേണ്ട ക്ലാസ്സസ്, അതല്ലെങ്കിൽ അതിന് വേണ്ട രജിസ്ട്രേഷൻസ്. ഇപ്പം തന്നെ നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ വയർമാൻ പെർമിറ്റിന് എൻക്വയറി ചെയ്യുകയാണെങ്കിൽ അവർക്കിപ്പോൾ 2026 നമ്മളെ സ്ലോട്ടുകളൊക്കെ സോൾഡ് ഔട്ടാണ്. അപ്പോൾ 2027 അവർക്ക് ലൈസൻസിൻ്റെ എക്സാമിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയാൽ 2028 നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, വയർമാൻ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ നമ്മൾ കോഴ്സ് എടുക്കുന്ന ഇലക്ട്രീഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് B ക്ലാസ് സൂപ്പർവൈസർ, B ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് ഒക്കെ എടുക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുവഴി അവർക്ക് അവരെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും.
ഇത് സ്വന്തമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതും അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സർവീസസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? അതെ, നമ്മൾ അവർക്ക് അപ്ലൈ ചെയ്യേണ്ട സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കും. അതല്ല, നമ്മൾ അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ആളുകൾക്കും വയർമാൻ എക്സാമിനേഷൻ കാറ്റഗറി വഴി എടുക്കാനും, അതല്ല ITI ഡിപ്ലോമയൊക്കെ ഉള്ള ആളുകൾക്ക് എക്സെപ്ഷൻ കാറ്റഗറിയിൽ ലൈസൻസ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് എങ്ങനെ ഇത് എടുത്തു കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് നമുക്കിപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങൾ ഈ കോഴ്സ് എടുത്തതിന് 100% പ്ലേസ്മെൻ്റ് എന്ന് പറയും. എന്നിട്ട് അവർക്ക് ഒരു 5000 രൂപ താഴെ മാത്രം സാലറി കിട്ടുന്ന ഒരുപാട് ജോലികൾ കണക്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നമുക്ക് 100% ജോബ് പ്ലേസ്മെൻറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എംപ്ലോയർ അതല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവർ അവരുടെ നോളേജും സ്കില്ലും നോക്കിയിട്ട് മാത്രമേ ഒരു ഇത്തരത്തിലുള്ള ട്രേഡുകൾക്ക് ആളുകളെ എടുക്കുള്ളൂ. അപ്പോൾ അവരുടെ ഈ നോളേജും സ്കില്ലും ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഇത്തരത്തിലെ ഇൻ്റർവ്യൂകൾക്ക് വേണ്ടിയിട്ടുള്ള മോക്ക് ഇൻ്റർവ്യൂസൊക്കെ നടത്തി അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് കണക്ഷനുള്ള എംപ്ലോയേഴ്സും അതുപോലെ ജോബ് കൺസൾട്ടിങ് ഏജൻസീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂസിന് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ എത്തിക്കും. പിന്നെ ഇൻ്റർവ്യൂവിൽ അവരെ ഡെവലപ്പ് ചെയ്ത് എത്തിച്ച് അവരവിടുന്ന് ഈ ജോലി കിട്ടുക എന്നുള്ളത് അവരുടെ ഓൺ. ഇപ്പോൾ പലപ്പോഴും ഈ ഇതിൻ്റെയൊക്കെ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്യും, എന്നിട്ട് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ വരെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ജോലി കിട്ടുമോ ഇല്ല എന്നുള്ളത് എന്താണ്, അത് അവരുടെ ലക്കോ അല്ലെങ്കിൽ ഇനി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ചെറിയൊരു സാലറിക്കാണ് ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ടെക്നിക്കൽ മേഖലയിൽ കുറച്ചും കൂടെ സാലറി കൂടിയ രീതിയിലാണ്. ഇപ്പോൾ ഒരു നോളജ് ഉള്ള ആൾക്ക് എന്തായാലും കുറച്ച് സാലറി കൂടിയ ഒരു രീതിക്കാണ്. ഇപ്പോൾ ഒന്നാമത് ഇയാൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ടെക്നിക്കൽ നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും നല്ല രീതിക്ക് നല്ല പേയ്മെൻറ്റോട് കൂടി പ്ലേസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളെ സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതിനൊരു ആപ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പോകുന്ന സമയത്ത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതായത് അവർ 10ാം ക്ലാസ് ഉള്ള ആളായിരിക്കാം, അതല്ല ഇനി ഡിപ്ലോമയൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും അവർ ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഒന്നുകൂടെ സ്പെഷ്യലൈസ് ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ് വെക്കുന്ന സമയത്ത് അവരുടെ അക്കാദമിക്കൽ നോളജ് വാലിഡേറ്റ് ചെയ്യാൻ ആ സർട്ടിഫിക്കറ്റ് മതി. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പ്രോഗ്രാമുകൾ വഴി ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ടേമുകളെ കുറിച്ചൊക്കെ പഠിച്ച ഒരാൾക്ക്, അതല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്ത നമ്മുടെ പോലത്തെ ഒരു കമ്പനിയുടെ ട്രെയിനിങ് കിട്ടിയ ഒരാൾക്ക് തീർച്ചയായിട്ടും ഇൻ്റർവ്യൂകൾ ക്രാക്ക് ചെയ്യാൻ അവസരം ചാൻസ് കൂടുകയാണ്. അപ്പോൾ നല്ല അവസരങ്ങൾ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഇപ്പോൾ നമുക്ക് സൗദിയിലോട്ടൊക്കെ ഒരുപാട് എംപ്ലോയേഴ്സിൻ്റെ എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഇൻ്റർവ്യൂസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരാൾ കുറച്ച് ക്യാഷ് കയ്യിലുണ്ട് ഈ കോഴ്സ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് അയാൾ സ്വന്തം ഡെവലപ്പ് ആകാത്ത ഒരാളാണെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പോയിരുന്നാൽ നമുക്ക് 100% ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഒരു ജോലി ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ജോലി എന്നുള്ള ഒരു ഫോൾസ് കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. കാരണം അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റ് സ്ഥാപനങ്ങളെ പോലെ നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ കഴിയുള്ളൂ. അതെ അത് ഇപ്പോൾ ഞാനൊരു സ്ഥാപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എംപ്ലോയിനെ എടുക്കുന്നത് ഞാൻ എന്തിനാ അയാൾ എടുക്കണം, അയാൾക്ക് വർക്ക് അറിയുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അയാൾക്ക് നല്ലൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലോ, അയാൾക്ക് നല്ലൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വർക്ക് അറിയണം. അങ്ങനത്തെ ഒരാളെ എന്തായാലും ഞാൻ ഹയർ ചെയ്യുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ തീർച്ചയായിട്ടും. പിന്നെ ഏതൊരാൾക്കും കോഴ്സ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാത്ത ഒരാൾക്കും ആണെങ്കിൽ പോലും ഈ കോഴ്സ് എടുക്കാൻ പറ്റും. കോഴ്സ് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു കോഴ്സിന് എൻക്വയറി വരുന്നത് ഓൾറെഡി 10 വർഷമോ 20 വർഷം 30 വർഷമൊക്കെ ആയിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ല, അതുകൊണ്ട് എവിടെയും ഞാനൊരു ഇലക്ട്രീഷ്യനാണ് ടെക്നീഷ്യനാണ് തെളിയിക്കാതെ ഒരു രേഖയില്ലാത്ത ഒരുപാട് 40 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ പോലും ഇന്ന് ഈ കോഴ്സ് എൻക്വയറി ചെയ്യുന്നതും എടുക്കുന്നുമുണ്ട്. കാരണം അവർക്ക് നാളെ അവർക്ക് സ്വന്തമായിട്ടൊരു ഞാനിത് കഴിഞ്ഞ ഒരാളാണെന്ന് പറയാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് പോലും എടുക്കുന്ന ആളുകൾ ഇന്ന് നമുക്കുണ്ട്. ഈ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ലൈസൻസ് ഒന്നും ഇല്ലാതെ വർക്ക് എടുത്ത് തുടങ്ങിയ ആൾക്കാരായിരിക്കും. അവർക്ക് പിന്നീടായിരിക്കും ഇങ്ങനെ ഒരു ലൈസൻസിൻ്റെ ആവശ്യം. അപ്പോൾ പലപ്പോഴും എന്താ B ക്ലാസ് ലൈസൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും, B ക്ലാസ് ലൈസൻസ്. അപ്പം അവർ മിക്കവാറും ഡ്രോപ്പ് ചെയ്യുന്ന കേസാണ്. B ക്ലാസ് ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക 10ാം ക്ലാസ്സുള്ള ആൾക്ക് കുറച്ച് ഒരു ആവറേജ് ആളാണെങ്കിൽ പോലും കുറച്ച് ടഫായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ എന്നതിലുപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിലൂടെ അവർക്ക് ഈസി ആയിട്ട് തന്നെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടാനും പറ്റും. അതേപോലെ തന്നെ അവർക്ക് അറിയാത്ത ഒരുപാട് ടെക്നിക്കൽ ടേമുകൾ പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. തീർച്ചയായിട്ടും പറ്റും.
അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ നമ്മൾ ഈ ഒരു ഇലക്ട്രീഷ്യന്മാർക്ക് വേണ്ടിയിട്ടും ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളെ ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.